പശ്ചിമേഷ്യയിൽ കടുത്ത യുദ്ധഭീതിയും തുടർച്ചയായ സുരക്ഷാ ആശങ്കകളും ഉയരുന്നതിനിടെ ഗൾഫ് മേഖലയിലെ വ്യോമയാന രംഗം വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് ദുബായിലേക്ക് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ വിമാന ഹബ്ബുകളിലൊന്നായ നഗരത്തിന്റെ ഗതാഗത ചക്രം തന്നെ മന്ദഗതിയിലാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനിയായ എമിറേറ്റ്സ് നടത്തുന്ന നിരവധി സർവീസുകൾ ഇപ്പോൾ ഭൂരിഭാഗവും 4 സീറ്റുകളോടെയാണ് പറക്കുന്നത്. യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിമാനങ്ങളിൽ യാത്രക്കാരുടെ സാന്നിധ്യം അത്യന്തം കുറവാണ്. ചില റൂട്ടുകളിൽ 5 മുതൽ 20% വരെയുള്ള സീറ്റുകൾ മാത്രമാണ് നിറയുന്നത്. വലിയ ശേഷിയുള്ള എയർബസ് A380 പോലുള്ള വിമാനങ്ങളിൽ പോലും ജീവനക്കാരുടെ എണ്ണത്തിനടുത്തു മാത്രമാണ് യാത്രക്കാർ എത്തുന്നത് എന്നത് തന്നെ പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധഭീതിയും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും യാത്ര ഒഴിവാക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി ഉയരുകയാണ്. വിമാനത്താവളങ്ങൾക്കും എയർലൈൻ കമ്പനികൾക്കും ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. യാത്രക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനായി എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ടിക്കറ്റ് റീഫണ്ടും തീയതി മാറ്റവും പോലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് ആവശ്യമായ ആശ്വാസം നൽകുന്നില്ല. ദുബായിലേക്കുള്ള യാത്ര കുറയുമ്പോൾ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കുത്തനെ കൂടുന്നുമുണ്ട്. വിദേശ തൊഴിലാളികളും വിനോദസഞ്ചാരികളും സുരക്ഷിത രാജ്യങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുന്നതിനാൽ ഔട്ട് ബൗണ്ട് ഫ്ലൈറ്റുകളിൽ തിരക്ക് തുടരുകയാണ്. ഇതാണ് ഇൻവാർഡ് ഫ്ലൈറ്റ്സ് ശൂന്യമാകാനുള്ള പ്രധാന കാരണം. ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം ശക്തമാക്കുകയും മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഭീഷണി ഉയരുകയും ചെയ്തതോടെ വ്യോമയാന രംഗം വലിയ ആഘാതമാണ് നേരിട്ടത്. ദുബായ് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിലുണ്ടായ തീപിടുത്തം പോലുള്ള സംഭവങ്ങൾ യാത്രക്കാരുടെ ആത്മവിശ്വാസത്തെ തകർത്തിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതും വിമാനങ്ങളുടെ എണ്ണം കുത്തനെ കുറയാൻ കാരണമായി. സർവീസുകൾ കുറയുകയും യാത്രക്കാരുടെ എണ്ണം ഇടിയുകയും ചെയ്തതോടെ എയർലൈൻ കമ്പനികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് എമിറേറ്റ്സ് പോലുള്ള കമ്പനികൾക്ക് ഇത് ദീർഘകാല സാമ്പത്തിക സമ്മർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മുഴുവൻ പ്രതിസന്ധിയിലും ചെറിയൊരാശ്വാസമായി കാർഗോ സർവീസുകൾ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ വിമാനങ്ങളിലൂടെ ചരക്കുകൾ എത്തിക്കുന്നതിൽ വർധനവുണ്ടായി. കൂടുതൽ ചരക്ക് വഹിക്കാൻ കഴിയുന്ന ബോയിംഗ് 777 വിമാനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഖത്തർ എയർവേസ്, ഇത്തിഹാദ് തുടങ്ങിയ മറ്റ് ഗൾഫ് വിമാന കമ്പനികളും സർവീസുകൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഈസ്റ്റർ സീസണിൽ പോലും ബുക്കിംഗുകൾ കുറഞ്ഞതോടെ ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടിയാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് പോലുള്ള അന്താരാഷ്ട്ര ട്രാൻസിറ്റ് ഹബിൽ സംഭവിക്കുന്ന ഇത്തരം ഇടിവുകൾ ആഗോള യാത്രാ വ്യവസായത്തെയും വ്യാപാര ശൃംഖലയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധം നീണ്ടു നിൽക്കുന്ന പക്ഷം ഇന്ധനവില ഉയർന്നതും ഗതാഗത ചെലവുകളും കൂടിയതോടെ അന്താരാഷ്ട്ര യാത്ര കൂടുതൽ ചെലവേറിയതാകാനും സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി വെറും സൈനിക വിഷയമായി മാത്രം നിൽക്കാതെ ആഗോള വ്യോമയാന മേഖലയെയും സാമ്പത്തിക വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. സുരക്ഷ ഉറപ്പാക്കുകയും യാത്രക്കാരുടെ വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ് ഈ രംഗത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ദുബായിലേക്ക് പറക്കുന്ന 4 വിമാനങ്ങൾ ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വ്യക്തമായ പ്രതീകമായി തുടരുകയാണ്.